രാവിലെ സഞ്ജയ് നോക്കി എങ്ങോട്ട്? എടാ അച്ഛൻ റേഷൻ വാങ്ങാൻ പറഞ്ഞു വിട്ടേടാ. നീ ഇങ്ങനെ അടിമക്കന്നായിട്ട് ജീവിച്ചോ? ഡാ റേഷൻ അടി ചുമന്നാലൊന്നും നീ ഫേമസ് ആവില്ല. എന്നാര് പറഞ്ഞു? അരിച്ചൊക്കെ ചുമന്നല്ലേ ടോമിനെ ഫേമസ് ആയത്. മാത്രമല്ല എന്നെ കണ്ട തീവണ്ടിയിലെ ടോമിനയുടെ ലുക്കുണ്ടെന്ന് എല്ലാരും പറയുന്നത്. എന്തുവാടെ ഇത്? ശീലമായി പോയി അളിയാ. വെറുതെ അല്ല നിന്റെ തന്നപ്പടി നിന്നിട്ട് ഓട്ടിക്കണത്. ഞാൻ കരുതി അങ്ങേർക്ക് ഭ്രാന്തായി കാണുമെന്ന്. ഇതിന് അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോണ്. നീ ഇങ്ങനെ നടന്നാലൊന്നും ഫേമസ് ആവില്ല. ഇപ്പോഴത്തെ നിന്റെ ആഗ്രഹം എന്താ? നിന്നെ നാലാൾ അറിയണം, അതുവഴി നിനക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടണം. അതിന് ഒരുപാട് വഴികളുണ്ട്. അതെന്ത് വഴി? നമുക്കൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാം. പ്രാന്ത് വീഡിയോ? ഒന്ന് പോടെ. പ്രാന്തല്ലടാ, പ്രാങ്ക്. ഈ തരികിട പോലത്തെ ആളുകളെ പറ്റിക്കുന്നത്. അതാവുമ്പോ ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും, നിറയെ ഫാൻസും കിട്ടും, നിനക്ക് സിനിമയിലും കേറാം. അതെങ്ങനെ ചെയ്യൂടെ? അതിനൊക്കെ വഴിയുണ്ട്. അളിയാ, ഇതാണ് പറ്റിയ സ്ഥലം. ഇവിടെ നമ്മൾ എന്തേലും ചെയ്താ അതാരെങ്കിലും കാണും. ചുമ്മാ അല്ലടാ നിന്നെ തീവണ്ടി കളയാതെടാ. ഇത് മൊത്തം തുപ്പലാണല്ലോ. എടാ ഈ ചന്തയിൽ നമ്മൾ എന്ത് ചെയ്യാനാടാ? നീ ആ നിൽക്കുന്ന ചേട്ടനെ കണ്ടാ? ആ വെള്ളയിൽ വരയിട്ട ഷർട്ടല്ലേ? നീ നൈസായിട്ട് പോയി പുള്ളിയുടെ പേഴ്സ് ഓടിച്ചു ഓർഡർ. എന്തോ എങ്ങനെ എന്നിട്ടാണോ അവന്മാർ എന്നെ പിടിച്ചിട്ട് ഇടിക്കേ? നീ ഞാൻ പറയും പോലെ ചെയ്താൽ മതി. നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. നീ ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി പേഴ്സ് എടുത്ത് അങ്ങ് ഓടുക. ബാക്കി ഞാൻ ഏറ്റു. ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്യില്ല ഇവിടെ. എടാ പ്രശ്നമാവില്ല, നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ. പോടാ, റിയാലിറ്റി പോവും. നീ ഞാൻ പറയും പോലെ കേട്ടാ മാത്രം മതി. നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. നീ പോ. പേഴ്സ് കണ്ടല്ലേ? തോന്നിക്കുന്നു. പോ. പോടേ, ഒന്ന് പോടേ. മണ്ടത്തരങ്ങൾ കാണിച്ചോണ്ട് വന്നോളൂ. ബാക്കിയുള്ളവന് പണിയുണ്ടാക്കാൻ നീ തന്നെ തന്നെ അങ്ങ് പിടിച്ചാ മതി. അയ്യോ അമ്മോ. ചേട്ടാ ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്തായി? ടൂർ പോണ കാര്യം. നിന്റെ സ്കൂളിൽ നിന്ന് പോണ സ്റ്റഡി ടൂർ അല്ലേ? ഞാൻ വന്നിട്ട് എനിക്ക് എന്താ ഗുണം? ചേട്ടാ ചേട്ടാ വരാന്ന് പറഞ്ഞില്ലേ ചേട്ടാ? പ്ലീസ് ചേട്ടാ ഒന്ന് വാ ചേട്ടാ. ചേട്ടനെ കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞു പോയി ചേട്ടാ. പ്ലീസ് ചേട്ടാ ഒന്ന് മിണ്ടായിരടേ. ഇവിടെ കോണം കത്തപ്പോഴെ ചന്തി എഴുവലി. ഓ ശരി, എനിക്ക് അവസരം വരും അല്ലേ അച്ഛാ? അച്ഛാ, ഈ വരുന്ന 15-ാം തീയതി സ്കൂളിൽ നിന്ന് ടൂർ പോവാ. എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. തൽക്കാലം നീ ടൂറണ്ട. പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാ കൊണ്ടുപോന്നേ. ശരിക്കും? എന്നാ ഞാൻ കൂടെ വരട്ടാ? അച്ഛന്മാരെ ഒന്നും കൊണ്ടുപോകത്തില്ല. അല്ല, നീ എങ്ങോട്ടാ ടൂർ പോകുന്നേ? മറൈൻ ഡ്രൈവിലേക്ക്. മറൈൻ ഡ്രൈവോ? മറൈൻ ഡ്രൈവാ? അല്ല, നീ എന്റെ അടുത്ത് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ? അതിന് നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു. ഇല്ല, നിർബന്ധമൊന്നുമില്ല. അല്ല, ഈ മറൈൻ ഡ്രൈവിലല്ലേ ചുമ്മന സമരമൊക്കെ നടന്നത്? അടുത്ത ഒരെണ്ണം വരുന്നുണ്ടെന്ന് കേട്ടു. ശരിക്കും? ഇതൊക്കെ ഒരു സമരം എന്ന് പറഞ്ഞാൽ അത് എന്റെ ആയ കാലത്ത് 90-95 തോന്നുന്നത്. 95? 95 ഇന്ത്യ സ്വതന്ത്രയായില്ലേ? പിന്നെ ഏത് സ്വാതന്ത്ര്യ സമരം? കൊല്ലല്ലടോ, എന്റെ നെഞ്ചളവാ പറഞ്ഞേ. ആ നെഞ്ചും പിരിച്ച് ഞാൻ സമരത്തിന് മുമ്പിൽ നിന്നാൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെക്കാൻ മറക്കുന്നല്ലോ, വിറയ്ക്കും. അത് ഇടയ്ക്കാരോ പറയുന്നത് ഞാനും കേട്ടായിരുന്നു. ഇതാരാണെന്ന് പറഞ്ഞെ? പെങ്ങടെ മോനാ. നീ വിചാരിച്ചാൽ ഇവൻ ഒരു പണി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് പണിയിട്ടണല്ലേ? നിനക്ക് അങ്ങനെ തന്നെ വേണം. ഏയ് അങ്ങനൊന്നുമല്ല, നല്ല ഗുരുത്വമുള്ള പയ്യനാ. കണ്ടില്ലേ? മമ്മൂദ് കയറിപ്പോ കാറ് തുടച്ചേ മതി. അതിന് ഞാൻ കാറ് തുടച്ചു കഴിഞ്ഞില്ലല്ലോ മുതലാളി. ഒരുപാട് അങ്ങനെ തുറക്കണ്ട. അല്ല, ഞാൻ സമരത്തെ കുറിച്ച് പറഞ്ഞത് ശബരിമല വിഷയം ഇത്രയും രൂക്ഷമായതുകൊണ്ടാ.
അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. പണ്ട് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോ ഇതുപോലൊരു പ്രശ്നം നടക്കായിരുന്നു. കേരളം നിന്ന് വിറക്കല്ലേ. അന്ന് ആ സമരത്തിന് മുമ്പിൽ നിന്നത് ആരാ? നിന്റെ തന്ത. ഞാനടോ ഞാൻ. കണ്ടില്ലേ അന്ന് ഗാന്ധിജി നേരിട്ട് എന്നോട് മോനെ പുഷേ അല്ല, സ്നേഹത്തിൽ അങ്ങനെയാണ് എന്നെ മൂപ്പര് വിളിക്കുക. ഓ അതെ ഇപ്പോഴും നാട്ടുകാർ അങ്ങനെയൊക്കെ തന്നെ വിളിക്കുന്നേ, പക്ഷെ കേൾക്കാതെയാണെന്ന് മാത്രം. ചെറുക്കനെ കൊണ്ട് തോറ്റ്. ഇതാരാണെന്നാ പറഞ്ഞേ? പെങ്ങടെ മോനാ. ആ, നിനക്ക് അങ്ങനെ തന്നെ വേണം. ആ മോളെ, അച്ഛൻ രാവിലെ തുടങ്ങിയോ? ഞാനിവർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു. ചുമ്മാ രാവിലെ ഞങ്ങളെ പിടിച്ചിരുത്തി കത്തി വെക്കുക. ഒന്ന് ഞങ്ങളെ രക്ഷിക്കൂ. അല്ല, ഞാൻ വെറുതെ. അച്ഛൻ ഇന്ന് ബാങ്കിൽ ഓഡിറ്റിംഗാ, സോ വരാ ലേറ്റ് ആവും. മകന്റെ ഭാര്യ. ആ നമ്മുടെ മനുവിന്റെ. അച്ഛാ, ഞാൻ വൈകിട്ട് വീട്ടിലൊന്ന് കേറിയിട്ടേ വരൂ. അച്ഛന് തീരെ സുഖമില്ല. അയ്യോ ഇന്നലെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ആ പഴയ നെഞ്ചുവേദന വീണ്ടും വന്നു. അയ്യോ, എന്ത് പറ്റി? ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചതാണല്ലോ. വെറുതെ അല്ല, അവിടെ വിളിച്ച് ഈ കഥയൊക്കെ പറഞ്ഞു കാണും. മോളെ, നീ എപ്പോ തിരിച്ചെത്തും? ഞാൻ ലേറ്റ് ആവും. മോളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കുക. അച്ഛൻ ഒന്ന് അവളെ പിക്ക് ചെയ്യണേ, മറക്കല്ലേ. അവൾ ഇവിടെ അടുത്തൊരു ബാങ്കിലാ വർക്ക് ഓ അത് ശരി. ആ മോളെ ഞാൻ കൊണ്ടുവിടാം. വേണ്ട മമ്മദ്ക്ക, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. പിന്നെ വൈകുന്നേരം മോളെ കൂട്ടാൻ അച്ഛന്റെ കൂടെ ഒന്ന് പോണേ, മറക്കല്ലേ. ഓ ശരി. അല്ല കേശവ, ഞാൻ പറഞ്ഞ കാര്യം ശബരിമല അല്ലേ? അതല്ല, അതിന് ഇവന്റെ ജോലിക്കാര്യം. നീ ഇങ്ങോട്ട് അടുത്ത് വന്നേ. ഓ ഓ അതെ, ആ. നീ ഇവിടെ നേരെ പുറത്തിറങ്ങുക. എന്നിട്ടൊരു ഓട്ടോ പിടിച്ച് പാളയത്തിലേക്ക് പോവുക. ആ പാളയത്തിലാണ് ജോലി. അല്ല, അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു ഓവർ ബ്രിഡ്ജ് കാണാം. ഓ ഓവർ ആ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ചെല്ലുമ്പോ ഒരു തിയേറ്റർ കാണും. ഓ തിയേറ്ററിലാ? അല്ല, പിന്നെ അങ്ങോട്ട് പോകരുത്. ഓവർ ബ്രിഡ്ജ് എപ്പുറത്ത് വെച്ച് നേരെ എടുത്തോട്ട് ഒരു ഇറക്കണ്ട്. ആ ഇറക്കമുണ്ട് ഇറക്കമുണ്ട്. ഇറക്കത്തിൽ ഇവനെ കൊണ്ട് ഇരുത്തുക. ആ അല്ല പിന്നെ രാവിലെ ഓരോന്ന് വരും കുറ്റും പിടിച്ചും കൊണ്ട് ഈ പണി എടുത്തോട് ഒറ്റ കൊടുത്തു. നമുക്ക് ഇതുവരെ സർക്കാരിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിയാലോ. അറിയാം സാർ. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മുടെ എല്ലാവരുടെയും ജോലി അത് ബാധിക്കും. തീർച്ചയായും. അതുകൊണ്ട് സാർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ഒരു ബുദ്ധിമുട്ടും വരാതെ കുട്ടികളെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരണം. സാർ അതെനിക്കറിയാം. കുട്ടികളുടെ കാര്യമല്ല ഞാൻ വ്യക്തമായി നോക്കിക്കോളാം. ഈ ടൂർ ഇപ്പോൾ ഒരു അനിവാര്യ ഘടകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത്. അത് സാറ് വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. അതെനിക്കറിയാം. അതുകൊണ്ടാണ് എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ ഇതിന് പെർമിഷൻ തരുന്നത്. കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ശ്രദ്ധിച്ച് സാർ കൊണ്ടുപോയിട്ട് കൊണ്ടുവരണം. തീർച്ചയായും. ശരി, നടക്കട്ടെ. ശരി, ഞാനേ ഓഫീസിലുണ്ടോ? ശരി ശരി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ സ്കൂളിൽ നിന്നും ഇന്നൊരു പഠനയാത്ര പോവുകയാണ്. യാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ടീച്ചറെ, ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. ഇതെന്തോ അഴിമതി നടത്താനുള്ള ശ്രമമാണ്. ശരിയാ, എനിക്കും അത് തോന്നി. ക്ലാസ്സിലെ കേടായ ഫാനൊന്ന് മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഫണ്ടില്ലെന്ന് പറഞ്ഞ പാർട്ടീസാ. അത് ശരിയാ ടീച്ചറെ. ഈ കാട്ടിലോട്ടൊക്കെ ടൂർ വയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമല്ലല്ലോ. ഇതെന്തോ ഉടായിപ്പാ. അതെ, ദേ സാറ്. അതെ അതെ, ടീച്ചർക്ക് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇതൊക്കെ വേറെ ഉടായിപ്പാ. എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, ഞാൻ നന്നായി പറഞ്ഞതാ ടീച്ചറെ, വണ്ടർലാൻഡിലേക്ക് പോവാന്ന്. കേട്ടില്ല. സാർ എന്താ സാറേ കൊച്ചു പിള്ളേരെ പോലെ? പിള്ളേർക്കാണ് തുള്ളിയും കൂടുതൽ. ഒന്ന് പോ സാറേ, ചുമ്മാ. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? എന്നെ പുറത്താക്കാനുള്ള വല്ല പ്ലാനും ആണോ? ഞങ്ങൾ അങ്ങനെ ചെയ്യൂ സാറേ. പിന്നെന്താ രാവിലെ ഒരു ചർച്ച? സാർ ഈ ടൂർ വേണോ? അതെന്താ അങ്ങനെ? നമ്മളെല്ലാം പ്ലാൻ ചെയ്തതല്ലേ? അല്ല, എന്നാലും അല്ലേ സാറേ? അതെ. അപ്പോ സജി സാറേ, കാര്യങ്ങളൊക്കെ എങ്ങനെ? കുട്ടികളെല്ലാവരും എത്തി. ഇനി കുറച്ച് രക്ഷകർത്താക്കളൂടെ വരാനുള്ളൂ. ഞാൻ പോയി നമ്മുടെ സുദർശൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. സാറേ, നമ്മളെന്തിനാ ഇനിയും വെയിറ്റ് ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ടുപോകുന്നില്ലേ? ഞാൻ ആ 9 അക്ഷയുടെ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ആളൊരു പോലീസുകാരനാണെന്നേ ഉള്ളൂ. നമ്പർ 1 മണ്ടനാ. അതാ വരും. ഞാൻ പറഞ്ഞൊന്നും പറയല്ലേ. ഇല്ല ഇല്ല. സാറിന് 100 ആയിസാ. സാറിനെ പറ്റി ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇയാളെന്തിനെ കുറിച്ച് പറഞ്ഞേ? സാറ് ഡിപ്പാർട്ട്മെന്റിൽ പുലിയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതൊരു സത്യം മാത്രം. ടൂർ പോവല്ലേ? പിന്നെ സാറെന്താ ഈ വേഷത്തില്?
രാവിലെ നനച്ചിട്ട് നിക്കറേ, ഉണങ്ങിയിട്ടില്ല. ജസ്റ്റ് എടാ നിക്കറും കൂടെ താടാ. പണ്ടത്തെ പോലെ ഇവിടെ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. മോണ്ട നിന്റെ തൊണ്ട. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്ശോ. നേരത്താണ് ഇങ്ങനെയൊക്കെ. കുഴി കുത്തി വാഴ വെച്ചാ മതിയായിരുന്നു.